എന്നും നമ്മളെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോഴേ നമുക്കൊരു സിമ്പിൾ വെസ്റ്റേൺ സ്റ്റൈൽ റെസിപ്പി ട്രൈ ചെയ്താലോ? ഒരു ബീഫ് റിബായ് സ്റ്റേക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് വളരെ സിമ്പിളായിട്ടോ ഉണ്ടാക്കാൻ. വാ, ഞാൻ കാണിച്ചുതരാം. നമുക്ക് സ്റ്റേക്കിന് വേണ്ടി കുറച്ച് മഷ്റൂം സോസ് ഉണ്ടാക്കാവേ. ഇത് പോർത്തബെല്ലോ എന്ന് പറയുന്ന ഒരു ടൈപ്പ് മഷ്റൂമാണ്. ഇതിൻ്റെ സ്കിന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാവേ. നല്ല അടികട്ടിയായ ഒരു പാനിലേക്കുണ്ടല്ലോ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ കട്ടി വെച്ച മഷ്റൂം ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒനിയനും റെഡ് ക്യാപ്സിക്കവും നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക്കും ചേർത്ത് ഗോൾഡൻ കളറാവുന്ന പോലെ നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ട് കൊടുക്കാവേ. എന്നിട്ടേ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ മഷ്റൂം സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാഴ്സൽ ചേർത്തിട്ടേ നമുക്ക് ഇതൊരു വേറൊരു ബോളിലോട്ട് മാറ്റാവേ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേക്കിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് പെപ്പറും ആവശ്യത്തിനും ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത് ബീഫിൻ്റെ റിബ് എന്ന് കാണിക്കുന്ന ഈ ഭാഗത്തെ ഒരു മീറ്റാണ്. നമ്മുടെ ചൂടായ പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റേക്ക് ഉണ്ടല്ലോ നന്നായിട്ട് ഒന്ന് സ്റ്റിയർ ചെയ്തെടുക്കാവേ. നല്ല കളറ് വരുന്നോടം വരെ ഈ ഒരു സൈഡ് കുക്ക് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാവേ. 2 സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്ത് ബീഫിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് ബ്രാൻഡി ഒഴിച്ചു കൊടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് തീ കയറി പിടിക്കുവേ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെയാട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിന് ഫ്ലാംബേ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊരു ഫ്രഞ്ച് സ്റ്റൈൽ കുക്കിംഗ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിയോ കോണിയൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം സോസേ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് പാർസൽ ഉപയോഗിച്ച് ഇത് ഫിനിഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്താലോ. പ്ലേറ്റിലേക്കുണ്ടല്ലോ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമ്മൾ ഈ സ്റ്റേക്കും സോസും കൂടെ വെച്ച് കൊടുക്കാവേ. നിങ്ങൾ വീട്ടിലിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാവേ. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബീഫ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ പിന്നെ ബീഫ് സെലക്ട് ചെയ്യുമ്പോഴേ ടെൻഡർ ലോയിനോ സ്കോച്ച് ഫില്ലറ്റോ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാ ബീഫ് ഇതുപോലെ പെട്ടെന്ന് കുക്ക് ആകത്തില്ല. അപ്പോൾ ഇത് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മുടെ മാത്രം ഫുഡ് കുക്ക് ചെയ്ത് ടേസ്റ്റ് ചെയ്താൽ പോരല്ലോ. വെറൈറ്റി ആയിട്ടും നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ.